നോമ്പിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോമ്പ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കുള്ള ഈ യാത്രയിൽ അള്ളാഹുവിൻ്റെ വലിയൊരു ഓഫറാണ് നോമ്പ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു തൻ്റെ അടിമയോട് കാണിച്ച കാരുണ്യങ്ങളിൽ വെച്ച് ഒരുപക്ഷെ ഏറ്റവും വലിയൊരു കാരുണ്യമായിരിക്കും ഈ നോമ്പ് എന്നുള്ളത്. കാരണം സ്വർഗത്തിൻ്റെ വാതിലുകൾ മുഴുവൻ തുറന്നിട്ടേക്ക, നരകത്തിൻ്റെ വാതിലുകൾ അടച്ചേക്ക, പിശാചിനെ ബന്ധിച്ചേക്ക, നന്മകൾക്ക് 1000 പ്രതിഫലങ്ങൾ വെറുതെ കൊടുക്കുക. ഇതിനേക്കാളേറെ എന്താണ് സഹോദരങ്ങളെ, അല്ലേ? ഇതിനേക്കാളേറെ എന്താണ്, അല്ലേ? മിമ്പർമെന്ന് അള്ളാന്റെ റസൂൽ ഇങ്ങനെ പ്രസംഗിക്കാണ്. മിമ്പർ ആളുകളൊക്കെ സാബത്തൊക്കെ ഇങ്ങനെ സാഗൂതം ഇരിക്കാണ്. എന്താണ് നബി പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുണ്ടണില്ല, ഒരു സൈലൻസ് ആണ്. ആകെ കേട്ടത് എന്താ അറിയോ? ആമീൻ ആമീൻ ആമീൻ. 3 ആമീൻ ആ പുറത്തേക്ക് കേട്ടുള്ളൂ. മിമ്പർമെന്ന് ഇറങ്ങിയേക്കെന്നെ സഹാബത്ത് ചോദിച്ചു, എന്താ നബി നിങ്ങൾ 3 ആമീൻ പറഞ്ഞത്? 3 ആമീൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു. അപ്പൊ ജിബിരിയിൽ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത് നിങ്ങള്? ഒരു റമദാൻ കയ്യിൽ കിട്ടിയിട്ട്, ഒരു റമദാൻ കടന്നുപോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുന്ന വ്യക്തിയെ അള്ളാഹു ശപിക്കട്ടെ, അവന് ശാപമുണ്ടാകട്ടെ എന്ന് ജിബിരിയിൽ പ്രാർത്ഥിച്ചപ്പം അള്ളാന്റെ റസൂൽ ആമീൻ പറഞ്ഞു. ഒരു റമദാൻ കയ്യിൽ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയാലേ ശാപമുണ്ടാകും. ആരാ പ്രാർത്ഥിച്ചത്? മലക്കുൽ മുക്കറം ജിബിരിയിൽ. ആരാണ് ആമീൻ പറഞ്ഞത്? അള്ളാന്റെ റസൂലാണ് ആമീൻ പറഞ്ഞത്. ശപിച്ചുകൊണ്ട് ആമീൻ പറഞ്ഞു. ശാപപ്രാർത്ഥനക്ക് അള്ളാന്റെ റസൂൽ ആമീൻ പറയാന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. കാരണം എന്താ അറിയോ? ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിനോട് ചോദിക്കുന്നുണ്ട്, നബിയെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖമുള്ള ദിവസമേതായിരുന്നു? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സങ്കടമുണ്ടായ ആ ദിവസം ഏതായിരുന്നു? ഖദീജ ബീവി മരണപ്പെട്ട ദിവസമാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടമുണ്ടായത്? അപ്പം നബി ആയിഷ ബീവിയോട് പറഞ്ഞെന്താ അറിയോ? അല്ല, എനിക്ക് ഏറ്റവും സങ്കടം ഉണ്ടായതെന്നാ നിങ്ങൾ, അതായത് മക്കയിൽ ദഅവത്ത് തുടങ്ങി, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ തുടങ്ങി. ലാത്തനെയും മനാത്തനെയും നിങ്ങൾ വിളിച്ചരുത് കേട്ടോ. നിങ്ങൾ ലാത്തനെയും മനാത്തനെയും ഉസ്സനെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. നിങ്ങൾ അള്ളാനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അള്ളാഹിനോട് മാത്രമേ നിങ്ങൾ സഹായം തേടാൻ പാടുള്ളൂ. അള്ളാഹ്ക്ക് മാത്രമേ നിങ്ങൾ നേർച്ച നേരാൻ പാടുള്ളൂ. അള്ളാഹിനെ കൊണ്ട് മാത്രമേ നിങ്ങൾ സത്യം ചെയ്യാൻ പാടുള്ളൂ എന്ന് മക്കയിലെ മുശ്രിക്കുകളോട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞപ്പം അതുവരെ അൽ അമീൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് അവർ സാഹിർ എന്ന് വിളിച്ചു, അവർ ഭ്രാന്തൻ എന്ന് വിളിച്ചു, മാരണക്കാരൻ എന്ന് വിളിച്ചു, മജ്നൂൻ എന്ന് വിളിച്ചു, അപഹസിച്ചു, പരിഹസിച്ചു, ഉപദ്രവിച്ചു, എറിഞ്ഞു, ആട്ടിയോടിച്ചു. എല്ലാവിധ പീഡനങ്ങളും ഏറ്റപ്പോഴേ നബി ഒരു രക്ഷയില്ലായിട്ട് നബിയുടെ ഉമ്മാന്റെ വീട്ടുകാർ താമസിക്കുന്ന, ഗോത്രക്കാർ താമസിക്കുന്ന തായിഫിലേക്ക് ഒന്ന് പോയി നോക്കാൻ വിചാരിച്ചു. തായിഫിലേക്ക്. അങ്ങനെ തായിഫിലെ ഓരോ വീട്ടിലും നബി കയറി അഭയം കിട്ടുമോ എന്ന് നോക്കി. അവരാരും അഭയം കൊടുത്തില്ല. തായിഫിലെ തെരുവിലെ കുട്ടികൾ നബിയെ കല്ലെറിഞ്ഞു. നബിക്ക് മുറിവേറ്റ് രക്തം വാർന്നു. ആ ഒരു സന്ദർഭത്തിലാണ് നബിക്ക് ജീവിതത്തിൽ ഏറ്റവും സങ്കടം ഉണ്ടായത്. എന്നിട്ടോ ആ നേരത്ത് ജിബ്രീൽ വരുന്നുണ്ട്. എന്ത്? ഈ സമൂഹത്തെ മറിച്ച് ശിക്ഷിക്കാൻ, ഇവരങ്ങോട്ട് കമിഴ്ത്തി മറിച്ചിടാൻ, ആ മല ഇവരെ മേലെ കൂടെ മറിച്ചിടാൻ വേണ്ടി അള്ളാന്റെ കൽപ്പന ഉണ്ട്. നിങ്ങൾ അനുവാദം തന്നപ്പോൾ അവിടെ നടക്കും എന്ന് പറഞ്ഞു. അള്ളാന്റെ റസൂൽ അനുവാദം കൊടുത്തില്ല. ഒരാളെങ്കിലും ഇതിൻ്റെ പിന്മുറക്കാർ ഒരാളെങ്കിലും നന്നായാൽ അതാണ് ഖൈർ, അതുകൊണ്ട് അത് ചെയ്യേണ്ടെന്നാ പറഞ്ഞത്. അത്രയും സമൂഹത്തോട്, തൻ്റെ ജനതയോട് കാരുണ്യമുള്ള ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിൻ്റെ ശാപപ്രാർത്ഥനക്ക് ആമീൻ പറഞ്ഞ വിഷയമാണെന്ത്? റമദാൻ കയ്യിൽ കിട്ടിയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോകുക എന്നുള്ളത്. അത് ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞെന്തറിയോ? നേരത്തെ പറഞ്ഞ വിഷയമാണ് വൃദ്ധരായ മാതാപിതാക്കളെ കയ്യിൽ കിട്ടിയിട്ട് സ്വർഗം കിട്ടാതെ പോകുക എന്നുള്ളത്. മാപ്പ എല്ലാവർക്കും ഇല്ലെന്നല്ലോ, ചെറിയ മകൻ്റെ അടുത്താണ് ഉമ്മയും പാപ്പി ഉണ്ടാകുക. ഓ കൂലി ഓൻ കൊണ്ടേക്കോട്ടെ എന്നാണ് അല്ലേ എല്ലാവരും ആറ്റിറ്റ്യൂഡ്. എന്താ? ഓൻ തറവാട് ഓനല്ലെടുത്ത് ഓൻ നോക്കട്ടെ ഉമ്മാനും പാപ്പാനും. അങ്ങനെയാണ് ആൾക്കാരെ വിചാരം. തറവാട് കൊടുക്കണം ഉമ്മാനും പാപ്പാനും നോക്കാനുള്ള കൂലി അത്രേ. സഹോദരങ്ങളെ, സ്വർഗാണ് നഷ്ടപ്പെടുന്നത്. അള്ളാന്റെ റസൂൽ മിമ്പർമെന്ന ആമീൻ പറഞ്ഞത് വൃദ്ധരായ മാതാപിതാക്കളെ കൈ കിട്ടിയിട്ടേ സ്വർഗം നേടാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശപിച്ചു പോകട്ടെ എന്നാണ്, നശിക്കട്ടെ എന്നാണ്, തുലയട്ടെ എന്നാ പറഞ്ഞത്. അതിന് അള്ളാന്റെ റസൂൽ ആമീൻ പറഞ്ഞിട്ട് ഗൗരവമുള്ള വിഷയമാണ്. മൂന്നാമത്തെ എന്താ അറിയോ? എൻ്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാലേ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അത് പറയാത്തവൻ ശപിക്കപ്പെടും. അതുകൊണ്ട് ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഈ നോമ്പ് എന്ന് പറഞ്ഞത് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്തതാണ്. അല്ലേ? എന്തിനാണ് നോമ്പ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തെക്കുവണ്ടാകാനാണ്. അല്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കണതേ തെക്കുവണ്ടാകാൻ വേണ്ടിയാണ്. നമ്മളെ നോമ്പ് എന്താ സഹോദരങ്ങളെ? നമ്മൾ രാവിലെ നീച്ചിട്ട് ഇന്നിപ്പോൾ എന്താ പത്തിരി, അല്ലേ? പത്തിരിക്കൊന്നും ഇപ്പോൾ ഇതില്ല. പണ്ടൊക്കെ നോമ്പ് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമായിരുന്നു. കാരണം അന്ന് ആ പത്തിരി ഇട്ടുള്ളൂ. ഇന്നിപ്പോൾ ഏത് ഹോട്ടലിൽ പോയാലും നെയ്സ് പത്തിരിയാണ്. ചപ്പാത്തി കമ്പനിയിൽ ഒരു 3 രൂപയ്ക്ക് പത്തിരി ഇട്ടു. ഇപ്പോൾ നെയ്സ് പത്തിരിനേക്കാൾ നെയ്സായ പത്തിരി ഇട്ടു, പേപ്പറിൻ്റെ മാരത്തെ പത്തിരി. അതുകൊണ്ട് അതിനൊരു വില അല്ല. ഇപ്പോൾ പണ്ട് നോമ്പ് വരുമ്പോൾ ഒരു സന്തോഷമാണ് പത്തിരി എന്നാലോചിച്ചിട്ട്, അല്ലേ?
അപ്പോൾ നോമ്പ് എന്ന് പറഞ്ഞാൽ തെക്കുവ ഉണ്ടാകാനുള്ള സാധനങ്ങൾ അത് അടിസ്ഥാനമായി മനസ്സിലാക്കണം. നമ്മൾ തെക്കുവ ഉണ്ടാകാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നിസ്കാരമൊക്കെ ഒന്ന് 5 വക്ത് പള്ളിയിൽ പോയി ഉള്ളതൊക്കെ ഒന്ന് നന്നാക്കിയാൽ മതി. ഉള്ളതൊക്കെ ഒന്ന് ഇതൊക്കെ നമ്മൾ ചെയ്യണ കാര്യം തന്നെയാണ്. ആ 5 നേരത്തെ നിസ്കാരം ഒന്നും കൂടി ഖുശൂവോടുകൂടി ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പോയിട്ട് അവൽ സൊഫിൽ സ്ഥലം പിടിച്ചിട്ട് അതിൻ്റെ മുമ്പത്തെ സുന്നത്ത് നിസ്കാരം ഒതൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഉണ്ടാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ ആ കുല്ലല്ലാവൊക്കെ ഒന്ന് മാറ്റി ഒരു അമ്മയൊക്കെ ഓതുക. ആ പഴയ കുല്ലല്ലാവ് ഉണ്ടല്ലേ നമ്മളെ, ആ വജ്ജത്തു എന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് വലിയ വജ്ജത്തുണ്ട്. നമ്മൾ ഈ ഗൂഗിൾ സ്റ്റോറിലൊക്കെ കിട്ടണ ഫ്രീ ആപ്പ് ഉണ്ടാവും, വെറുതെ കിട്ടണ ആപ്പ്, പൈസ കൊടുക്കാതെ കിട്ടണേ. അങ്ങനത്തെ വജ്ജത്താണ് നമ്മൾ ഓതുന്നത്. ചെറിയ 2 വരിയുള്ള വജ്ജത്താണ്. വലിയ വജ്ജത്ത് 7 വരിയുള്ള വലിയ വജ്ജത്തുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ച് ഈ നോമ്പിന് അല്ലേ. ഒരു സുന്നത്ത് നിസ്കാരത്തിലെ അമ്മയൊക്കെ ഒന്ന് ഓതി, ഒരു അമ്മ സൂറത്തൊക്കെ വെറുതെ സുന്നത്ത് നിസ്കാരത്തിൽ ഓതിക്കോളി. അങ്ങനെ നമ്മളൊന്ന് നന്നാകുക ഈ റമദാനിലെ സഹോദരങ്ങളെ. ഈ റമദാൻ നമ്മൾ എന്താ പറയുക, ഈ റമദാൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് നേടണം, ഈ റമദാനിൽ എന്ത് നേട്ടമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്ന് നമ്മളിപ്പോൾ തീരുമാനിക്കണം അല്ലേ. നമ്മളെല്ലാ ദിവസവും ജോലി ചെയ്യണ പോലെ റമദാനിലും പണിക്ക് പോയാൽ റമദാൻ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ റമദാൻ എല്ലാവർക്കും കിട്ടണ മാതിരി കിട്ടിയിട്ട് കാര്യമില്ല. ഒരു മാറ്റം ഉണ്ടാക്കണം. കുറച്ചും കൂടി ജോലി സമയം കുറച്ച് ഖുർആൻ ഓതാനും കുറച്ച് ഖുർആൻ പഠിക്കാനും കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ സ്വതക്ക കൊടുക്കാനും നല്ല പ്രവൃത്തികളും നല്ല വാക്കും അല്ലേ. ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക. അത് മാറി നിൽക്കാതെ നമ്മൾ നോമ്പോറ്റിട്ട് എന്താ കാര്യം? ഹറാമായ നോട്ടത്തിൽ നിന്ന് അല്ലേ. നമ്മൾ യൂട്യൂബിൽ വൈകുന്നേരം അസറൊക്കെ കാണാം, ഓരോരുത്തർ അങ്ങനെ വീഡിയോ കൊലായ്മലും മതിൽമലൊക്കെ കുത്തിരുന്ന് ഈ ഷോർട്സും ഇത് കണ്ട് അങ്ങനെ അസർ കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബായി കിട്ടണ്ടേ, മഗ്‌രിബായി കിട്ടാൻ വേണ്ടിക്കാണ്ട് ഇങ്ങനെ കണ്ടിരിക്കുക. സഹോദരങ്ങളെ, ഹറാമായത് ഈ നോമ്പോടുകൂടി, ഈ നോമ്പിനെങ്കിലും ഞാൻ റീചാർജ് ചെയ്യൂല, നെറ്റ് റീചാർജ് ചെയ്യില്ല, TV റീചാർജ് ചെയ്യൂല. ഇനി നമ്മൾ തീരുമാനിക്കുക. TV കാണൂല, നെറ്റ് നോക്കൂല. ഈ സോഷ്യൽ മീഡിയക്ക് നിയന്ത്രണം വേണം. നമ്മളെ സ്ക്രീൻ ടൈം എത്ര നമ്മൾ നോക്കണം. അങ്ങനെ അതിൽ കയറി അതിൽ വരുന്നതും കാണുന്നതും മുഴുവൻ എന്തോ നാളെ മരിച്ചെന്നൊക്കെ പറഞ്ഞ് ആദ്യം ചോദിക്കുക, ലാസ്റ്റ് വാട്സപ്പിൽ എന്താ വന്നതെന്നാ ചോദിക്കുക. ഓരോരുത്തർ വാട്സപ്പ് നോക്കണുണ്ട്, അതാ തോന്നുക. ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അപ്പെടുക്കും, അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്താ വാട്സപ്പിൽ ലാസ്റ്റ് വന്നെന്താണെന്ന് നോക്കുക. അപ്പം അതൊക്കെ ഈ നോമ്പ് നമ്മൾ നിർത്തണം. തൽക്കാലം നമ്മളെല്ലാത്തിനും നമുക്കിതൊക്കെ മാറ്റി നിർത്താൻ പറ്റും എന്ന് നമ്മളെന്ത് ചെയ്യണം, ഒന്ന് ബോധ്യപ്പെടുത്തണം. എന്ന് ഖുർആനൊക്കെ കുറച്ച് പഠിച്ച അല്ലേ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയ വഹിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വലിയൊരു സമൂഹത്തെ 23 കൊല്ലം കൊണ്ട് മാറ്റിയെടുത്തത്. നിങ്ങളിത് തമാശല്ല. 1450 കൊല്ലം മുമ്പ് ആ മക്കയിലെ മണൽക്കാട്ടിൽ, ആ മക്കയിലെ മണലാരണ്യത്തിൽ ജീവിച്ച കുറേ കാട്ടറബികളെ നോക്കി ഇന്ന് എവിടെയാണ് 200 കോടിയിലേക്ക് അടുക്കാൻ പോവുകയാണ് മുസ്ലിം ജനസംഖ്യ. ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖദീജ ബീവിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബും കൂടി തുടങ്ങിയ ആ ഇസ്ലാം എന്ന് പറഞ്ഞത് 200 കോടി ആൾക്കാരായി നിൽക്കണിപ്പോൾ. അത് വെറുതെ ആയതല്ല. എന്തുകൊണ്ടാണ് ആ മാറ്റം ഉണ്ടായത്? 23 കൊല്ലേ ലോക ചരിത്രത്തിൽ ആ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ. 13 കൊല്ലം മക്കത്തും 10 കൊല്ലം മദീനത്തും ആ മനുഷ്യൻ ജീവിച്ചിട്ടുള്ളൂ. എന്തേ സഹോദരങ്ങളെ ഇന്നും ഇത്രയും വലിയൊരു മാറ്റം? ഇപ്പോഴും യൂറോപ്പിലും അമേരിക്കയിലൊക്കെ. ഇന്നിപ്പോൾ ഞാൻ വരുമ്പം ജെഫ്രി ലാങ് എന്ന് പറഞ്ഞൊരു അമേരിക്കക്കാരുണ്ട്, പണ്ട് മുസ്ലിം ആയതാ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം, വെറുതെ ജീവിതത്തിലെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള മൂപ്പര് ടോക്ക് ഉണ്ട്. അത് കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് മൂപ്പരെ മാറ്റിയത് എന്താ? മൂപ്പരെ മാറ്റിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ മനുഷ്യന്റെ ചരിത്രം പഠിക്കണം. 30-ാമത്തെ ആയത്ത് മുതൽ 39 വരെയുള്ള ആയത്തുണ്ട്. വൈദ് ഖാലലിൽ മലായികത്തു ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് തുടങ്ങിയിട്ട് അവസാനം സ്വർഗത്തു നിന്ന് പുറത്താക്കി ഭൂമിയിലേക്ക് ആക്കണേ. ആ ഒരു 9 ആയത്തൊന്നും ഓതാൻ മൂപ്പർക്ക് അറിയില്ല. അതിൻ്റെ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് മൂപ്പരെ ജീവിതത്തിലുണ്ടായ എന്തിനാണ് ജീവിതം എന്ന് ആ ആയത്തുകൊണ്ട് മൂപ്പര് പറയുന്നുണ്ട്. കാരണം മൂപ്പരെ കുടുംബത്തിൽ കുറേ രക്തരൂക്ഷിതമായ വാപ്പന്മാനെ തല്ലലും ചോര ഒലിപ്പിക്കലും അങ്ങനെ. അപ്പോൾ മനുഷ്യനുണ്ടാക്കാൻ പടച്ചോൻ പറഞ്ഞപ്പോൾ മലക്കളുമല്ല ചോര ചിന്തന ആൾക്കാരെ എന്തിനാണ് ഈ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ മൂപ്പർക്ക് ഓർമ്മ വരുന്നുണ്ട്, മന തല്ലിയ വാപ്പാനാണ്, മന ഉപദ്രവിച്ച് ചോര ഒലിപ്പിക്കണ വാപ്പാനെ. അതാണ് മനുഷ്യൻ്റെ കോലം. അങ്ങനെ ആയത്തൊക്കെ മൂപ്പര് ജീവിതത്തേക്ക് ഇങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് മൂപ്പര് മാറിയ കഥ പറയുന്നുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ആളുകൾ ഈ ഖുർആനാണ് അള്ളാഹുവിൻ്റെ കലാമ് വായിച്ച് മനസ്സിലാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാറ്റമുണ്ടാക്കാൻ ഈ 23 വർഷം കൊണ്ട് ഈ സമൂഹത്തെ മാറ്റിയെടുത്തത് ഇന്ന് 200 കോടിയിലെത്തി നിൽക്കുന്ന ആളുകളിലേക്കുണ്ടായ ഈ മാറ്റത്തിൻ്റെ കാരണം ഇതൊന്നും ചെറിയ മാറ്റമല്ല. ഇപ്പോൾ ഞാൻ ഈ താടി വെച്ചത്, ഈ ആൾക്കാരൊക്കെ താടി വെച്ചത്, ഈ ആളുകളൊക്കെ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചത് അല്ലേ, നമ്മൾ വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ അറിയാതെ പോലും നമ്മൾ ഇടത് കൈ കൊണ്ട് കഴിക്കണില്ല. എന്താ കാരണം? അത്രയും ശുഷ്കാന്തി നമുക്ക് ആ വിഷയത്തിലുണ്ട്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാണ്. വലത് കൈ കൊണ്ട് തിന്നണം, വലത് കൈ കൊണ്ട് കുടിക്കണം. അത് അധ്യാപനാണ്. അത് ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചവരാണ് നമ്മൾ. കാരണം അങ്ങനെ
എങ്ങനെയാണ് നമ്മൾ നബിനെ സ്നേഹിക്കുന്നത്? നബിനെ നമ്മൾ കണ്ടിട്ടില്ല, നബിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടില്ല, നബിന്റെ ഒരു സങ്കല്പത്തിൽ പോലും നബിന്റെ ഒരു ഇമേജോ എന്തെങ്കിലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്നിട്ടും നമ്മളെ വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും മക്കളെക്കാളും സുഹൃത്തിനേക്കാളും നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കണം. എന്താ പറയുക? അത് ഈമാനാണ്, അത് വിശ്വാസമാണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത്? അത് അള്ളാഹുവിൻ്റെ റസൂൽ ഉണ്ടാക്കിയ മാറ്റമാണ്. ആ വിശുദ്ധ ഖുർആനാകുന്ന മാറ്റം അത് ലോകാവസാനം വരെ അള്ളാഹു നിലനിർത്തുമെന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനാണ്. അതുകൊണ്ട് അതിൻ്റെ മാസമാണ് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. അതുകൊണ്ട് ആ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും, പിന്നെ അള്ളാഹിൻ്റെ റസൂലിൻ്റെ അള്ളാഹുവിനെ പറ്റി നമ്മൾ അറിയണം, അള്ളാഹിൻ്റെ ദീനിനെ പറ്റി നമ്മൾ അറിയണം, അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി നമ്മൾ അറിയണം. ഇതറിയാതെ സഹോദരങ്ങളെ നമുക്ക് ദീന് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ അറിയും തോറും നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹി റസൂലിനെ അറിഞ്ഞാലൊരു മെച്ചം എന്താ പറയുക? നിങ്ങൾക്ക് എത്രത്തോളം നമ്മൾ അള്ളാഹി റസൂലിനെ പറ്റി അറിയണോ അത്രയും നമ്മൾ സ്നേഹിക്കും, അത്രയും സ്നേഹിക്കും. അത്രയും സ്നേഹിക്കാൻ മാത്രമുണ്ട് അള്ളാഹും റസൂലും. അള്ളാഹിൻ്റെ ഓരോ പേരുകൾ അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം അള്ളാഹ് ഗഫൂറാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഹദീസ് വായിച്ചു സഹോദരങ്ങളെ. ആ ഹദീസിൽ ഈ സാധാരണ അറബികൾ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ട് വഴിയിൽ കുടുങ്ങിയാൽ, ഇപ്പോൾ വിശാലമായൊരു മരുഭൂമിയിൽ നടുവിൽ വെച്ച് ഒട്ടകം മിസ്സായി അല്ലെങ്കിൽ ഒട്ടകം ചത്തുപോയാൽ പിന്നെ മരണം ഉറപ്പാണ്. മരണം ഉറപ്പാണ്. അറബി നോവലുകളിലും അറബി കഥകളിലും ഒക്കെ ചരിത്രത്തിലൊക്കെ കാണാൻ പറ്റും. അവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അവർ പിന്നെ ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓരോരു കുഴി കുത്തും, മണ്ണിങ്ങനെ നീക്കും, എന്നിട്ട് അതിൽ ഇറങ്ങി കിടക്കും, എന്നിട്ട് നല്ലോണം ചെല്ലി അങ്ങനെ കിടക്കുക. കാരണം മരണം ഉറപ്പാണ്. അതുകൊണ്ട് മൃഗങ്ങൾ കൊത്തി വലിക്കാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്ഷീണിച്ച് മരിച്ചു പോകും. കാറ്റ് വന്ന് മണൽ വന്ന് നമ്മളെ മൂടും, അങ്ങനെ നമ്മൾ മരിച്ചു. നമ്മൾ അല്ലാതെ എന്താ, നമ്മൾ മൃഗങ്ങളും കഴുകനൊക്കെ വന്ന് കൊത്തി വലിച്ച് നമ്മളെ കൊണ്ടുപോകും. അപ്പം മരണം ഉറപ്പാണെന്നാണ്. മരുഭൂമിയിൽ ഒട്ടകം നഷ്ടപ്പെട്ടാൽ നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെന്തരോ, അള്ളാഹു ഒരു അടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുമ്പം അള്ളാഹിൻ്റെ റസൂൽ ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. അതായത് ഒരാൾക്ക് യാത്രയിൽ ഒട്ടകം മരുഭൂമിൻ്റെ നടുവിൽ വെച്ച് നഷ്ടപ്പെട്ടു. അങ്ങനെ അയാൾ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ക്ഷീണിച്ച അയാൾ ആ മരുഭൂമിയിൽ തളർന്ന് വീണ് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറക്കം ഇന്ന് കണ്ണിങ്ങനെ എണീറ്റ് നിൽക്കുമ്പോണ്ട് ആ ഒട്ടകം ഇങ്ങനെ മുമ്പിൽ നിൽക്കണ്, ഒട്ടകം ഇങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കണ്. അയാൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും, എന്തൊരു സന്തോഷം ഉണ്ടാവും. അതിനേക്കാളേറെ അള്ളാഹു സന്തോഷിക്കുന്നുണ്ട്. എപ്പോ നിങ്ങള് ഒരടിമ തൻ്റെ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യുമ്പം അള്ളാഹുവിന് അതിനേക്കാൾ സന്തോഷമുണ്ട്. ആ മരുഭൂമിയിലെ ഒട്ടകം തിരിച്ചു കിട്ടുന്ന മനുഷ്യൻ അനുഭവിക്കുന്ന ഒരാൾക്ക് പറഞ്ഞറിയിക്കാനാകാത്ത ആ സന്തോഷത്തിനും അപ്പുറമാണ് റബ്ബിന്റെ സന്തോഷം. എപ്പോ ഒരടിമ ഖേദിച്ച് മടങ്ങുമ്പോൾ അതിനുള്ള അവസരമാണ് ഈ റമളാൻ. ചെയ്തതൊക്കെ പടച്ചോൻ ഏറ്റു പറഞ്ഞോളി, പടച്ചോൻ പുറത്തു തരാൻ തയ്യാറായി നിൽക്കുകയാണ് അല്ലേ? നരകത്തിന്റെ വാതിലടച്ച് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു വെച്ച് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി ചോദിക്കുന്നവർക്ക് പാപങ്ങൾ പൊറുത്തു കൊടുക്കാൻ കാത്തു നിൽക്കുന്ന ഒരു അള്ളാഹുവിനെ പറ്റി നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ആ റബ്ബിനെ നിങ്ങൾ സ്നേഹിക്കും.